വാസ് ക്രഷ്ഡ് റയോൺ ഫാബ്രിക്കിൽ, അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതും ക്രഷ് ചെയ്തിട്ട് വരുന്ന സ്പെഷ്യൽ റയോൺ ഫാബ്രിക് ആണ്. ക്രഷ്ഡ് റയോൺ ഫാബ്രിക്കിൽ നെക്കിൽ ഇതുപോലെ തന്നെ വരുന്ന മിറർ വർക്ക് ആൻഡ് 3 പാനലായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് പാനലിലായിട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, 2 പാനലിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വിത്ത് ബോട്ടം, ടോപ്പ് ആൻഡ് ബോട്ടം. അതായത് ഡിസൈനർ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഈ ക്രഷ്ഡ് റയോൺ ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് അവർ പ്രൈസ് ഈസ് 1950. 1950 റേഞ്ചിലാണ്. ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഏതൊരു ഒക്കേഷന് പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് വെയർ ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫിയാണ്, കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും. എന്താ പറയുക, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. ഫസ്റ്റ് കളർ ഞാൻ വെയർ ചെയ്ത ബ്ലാക്ക് ആണെങ്കിൽ സെക്കൻഡ് കളർ പാരറ്റ് ഗ്രീൻ. കണ്ടോ, ഇത് ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 2 സൈഡ് പാനലിൽ ക്രോസ് സ്റ്റിച്ച് വർക്കും ഗലയിലും മിറർ വർക്കും ആയിട്ടാണ് വരിക. ടോപ്പ് ആൻഡ് ബോട്ടം 1950, റെഡി ഫോർ ഡെസ്പാച്ച്, എക്സ്പ്രസ് ഡെലിവറി. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പെയിൽ യെല്ലോ ടോൺ ആണ്. യെല്ലോ കളറിൽ ഈ ക്രോസ് സ്റ്റിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ട് കാണാൻ. ആൻഡ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം, ലോങ് ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ലൈനിങ് ഇട്ടിട്ടാണ് ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഷാംപെയിൻ, ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഷാംപെയിൻ പിങ്ക് വിത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്, ടോപ്പ് ആൻഡ് ബോട്ടം 1950. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലും ഒരു കാഷ്വൽ ഒക്കേഷനും നല്ലതാണ്. ബോട്ടം ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊരു പക്ക ഫ്രോക്ക് പാറ്റേൺ കേട്ടോ. പൗഡർ ബ്ലൂ. ഇത്രയും ഷെയ്ഡ്സ് ആണ് ഈ സ്പെഷ്യൽ സീരീസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.